നീ ആ കോർണറിലുള്ള കഫ്റ്റേരിയ കണ്ടോ? മുക്കത്തുകാരൻ ഒരു ഷെരീഫിൻ്റെ കഫ്റ്റേരിയ അത്. 9 വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത്. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊരിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവൻ്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താ. അവിടെ അവർക്ക് സ്വന്തമായ ബിസിനസ്സും ഉണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകണ്ട ജെറി. ഈ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. നിന്റെ അപ്പനെങ്ങനായിരുന്നു? ജേക്കബിന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. വണ്ടി ഇറങ്ങടാ. Dear Christina, I want to spend the rest of my life with you. Oh my God. Will you marry me? Are you serious? My knees are hurting. Yes. I love you, Christina. Thanks a lot, man. Yes. Congrats, man. Thank you guys for coming. Congrats. Thank you so much. Thank you. ജെറിച്ചായ ഓർമ്മയുണ്ടോ? ഇന്ത്യൻ സ്കൂളിൽ ഞാൻ ജെറിച്ചായൻ്റെ ജൂനിയർ ആയിരുന്നു. പ്രയർ ഗ്രൂപ്പിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഓ കെവിൻ. യെസ്, കെവിൻ. ഹായ്. മൈ സിസ്റ്റർ ജസ്റ്റ് ഗോട്ട് എൻഗേജ്ഡ്. കം ജോയിൻ us. ഓ ഇല്ല, ഞാൻ വാ ജെറിച്ചായ, ഇറ്റ്സ് ഓക്കെ, കം. അല്ല കുഴപ്പമില്ല. കം. ഹേയ്, സ്റ്റേ അറൗണ്ട്, ഓക്കെ? അശ്വിൻ, മീറ്റ് ജെറി, ഹീസ് മൈ സീനിയർ. ഹായ്. ചേച്ചി, ചേച്ചി, See all of you together. മീറ്റ് മൈ സിസ്റ്റർ. Hey, hi. Hi. I'm Christina. ജെറി ജേക്കബ്. അന്ന് നീ കണ്ണു തുറക്കുമ്പോൾ നീ നിന്റെ മുന്നിലെ വെളിച്ചം കാണും. പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണും. സാധ്യതകളുടെ ഒരു വലിയ നഗരം നീ കാണും. പണിയെടുക്കുന്നവൻ്റെ പടച്ചോനായ ദുബായിയെ നീ കാണും.